ഹരി ഓം. ദശകം 24, ശ്ലോകം 9. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വസ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതഃ കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തപജ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗദീത്. പദച്ഛേദം നോക്കാം. പിതാ ശൃണ്വൻ ബാല പ്രകരം അഖിലം ത്വത് സ്തുതി പരം. പിതാ ശൃണ്വൻ ബാല പ്രകരമഖിലം ത്വത്സ്തുതി പരം. രുഷാ അന്ധഃ പ്രാഹ ഏനം രുഷാന്ധപ്രാഹൈനം കുലഹതക കഹ തേ ബലം ഇതി. കുലഹതഃ കഹ തേ കസ്തേ ബലം ഇതി ബലമിതി. രുഷാന്ധപ്രാഹൈനം കുലഹതഃ കസ്തേ ബലമിതി. ബലം മേ വൈകുണ്ഠഃ തവ ച ജഗതാം ച അപി സഹ ബലം. ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സ ബലം. സ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയം അഗദീത്. ധീരഃ അയം അഗദീത് ധീരോയമഗദീത്. സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗദീത്. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വസ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതഃ കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗദീത്. ശ്ലോകം 9 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 8 പറഞ്ഞു ആ ഗുരുവിൻ്റെ ഗൃഹത്തിൽ പറഞ്ഞു വിട്ടു. പക്ഷെ അവിടെ ചെന്നിട്ടോ അവിടെ ഗുരു ഇല്ലാതിരുന്ന സമയത്ത് ആ കൂട്ടുകാരന്മാരായ അസുരബാലന്മാർക്ക് ആ ഭഗവത് ഭക്തിയുടെ തത്വവും ഉത്കൃഷ്ടമായ മോക്ഷോപായ ജ്ഞാനവുമെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അതറിയുന്ന ഹിരണ്യകശിപു ചുമ്മാതിരിക്കുമോ? നോക്കാം. പിതാ ബാലപ്രകരം അഖിലം ത്വസ്തുതിപരം ശൃണ്വൻ കേട്ടിട്ട്. എന്ത് കേട്ടിട്ട്? പിതാ ആ അച്ഛനായ ഹിരണ്യകശിപു അസുരബാല സമൂഹം മുഴുവനും നിന്തിരുവടിയെ സ്തുതിക്കുന്നതിൽ താല്പര്യമുള്ളവരായി തീർന്നിരിക്കുന്നതായി കേട്ടിട്ട്. ആരാ പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുകയാണ്. അതുകൊണ്ടാണ് നിന്തിരുവടിയെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഭഗവാനെ എന്ന് പറയാം. ഇത് ഭഗവാനും ഭട്ടതിരിപ്പാടും കൂടെയുള്ള സംസാരമാണ്. അപ്പം രുഷ അന്ധഃ ഏനം കഹ തേ ബലം ഇതി പ്രാഹ. രുഷ അങ്ങനെ കേട്ടിട്ട്. എന്ത് കേട്ടിട്ട്? അച്ഛനായ ഹിരണ്യകശിപു അസുരബാല സമൂഹം മുഴുവനും നിന്തിരുവടിയെ സ്തുതിക്കുന്നതിൽ താല്പര്യമുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന് കേട്ടിട്ട് രുഷ അന്ധ കോപം കൊണ്ട് കൃത്യാകൃത്യ മൂഢനായി പ്രഹ്ലാദനോട് എന്താ ചോദിച്ചത്? കഹ തേ ബലം, ആരാണ് നിന്റെ ബലം? ഇതി പ്രാഹ എന്ന് ചോദിച്ചു. അതാണ് പറഞ്ഞത്. രുഷ അന്ധഃ ദേഷ്യം കാരണം കണ്ണ് കാണാത്തവനായിപ്പോയി. കേട്ടിട്ട് കോപം കൊണ്ട് കൃത്യാകൃത്യ മൂഢനായിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു, ആരാണ് നിന്റെ ബലം? പറ, പെട്ടെന്ന് പറ, ആരാണ് നിന്റെ ബലം എന്ന് ചോദിച്ചു. എടാ കുലദ്രോഹി. അതാണ് ധീരഃ അയം മേ ബലം വൈകുണ്ഠഃ. അപ്പോൾ ആ ബുദ്ധിമാനും നിർഭയനുമായ ഈ പ്രഹ്ലാദൻ പറഞ്ഞു, സാക്ഷാത് വിഷ്ണുവാണ് എൻ്റെ ശക്തി. അതാണ് ധീരഃ അയം. ബുദ്ധിമാനും ആ നിർഭയനുമായ ഈ പ്രഹ്ലാദൻ പറഞ്ഞു, മേ ബലം വൈകുണ്ഠഃ, എൻ്റെ ബലം ആ സാക്ഷാത് വിഷ്ണുവാണ്, എൻ്റെ ശക്തിയും അതുതന്നെയാണ് എന്ന് പറഞ്ഞു.
തവജ ജഗതാം ച അപി ബലം സഹ. മാത്രമല്ല, എൻ്റെ ബലം മാത്രമല്ല, തവജ ജഗതാം ച അപി ബലം സഹ, അങ്ങയുടെയും ലോകങ്ങളുടെയും ബലം ആ നിന്തിരുവടി തന്നെയാകുന്നു, ആ ഭഗവാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. ത്രൈലോക്യം സഹ ഏവ ഇതി സകലം അഗതീത്. അതും മാത്രമല്ല, അങ്ങയുടെയും ലോകങ്ങളുടെയും മാത്രമല്ല, ഈ 3 ലോകങ്ങളുടെയും നിന്തിരുവടി തന്നെ എന്നിങ്ങനെ തുറന്നു പറഞ്ഞു. 3 ലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം, ഭൂമി, പാതാളം മാത്രം എന്ന് പറയുന്നത് മുഴുവൻ കൂടെ 14 ലോകം. 7 14 ലോകം. സ്വർഗം 6, ഭൂമി 1, പാതാളം 7, അങ്ങനെ 14 ലോകങ്ങളിലും നിന്തിരുവടി തന്നെയാണ് ബലം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രഹ്ലാദൻ അസുരകുമാരന്മാരെയെല്ലാം ഭഗവത്സ്തുതി പാഠകന്മാരാക്കിയ വിവരമറിഞ്ഞിട്ട് കോപത്താൽ അന്ധനായി കണ്ണു കാണാത്തവനായി മാറിയ ഹിരണ്യകശിപു അവനോട് ഗർജിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എടാ കുലദ്വേഷി, കുലദ്രോഹി, നിനക്കാരാണ് ബലം? നിന്റെ ബലം ആരാണ്? ആരുടെ സഹായം ഉണ്ടായിട്ടാണ് ഈ ചെറിയ കുട്ടി അതിഭയങ്കരനായിരിക്കുന്ന ഹിരണ്യകശിപുവിനെ എതിരിടാൻ തുടങ്ങുന്നത് എന്നായിരുന്നു ആ ഹിരണ്യകശിപുവിന് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രഹ്ലാദനാകട്ടെ, അല്ലയോ അച്ഛാ, വളരെ സാവകാശം പറഞ്ഞു, അല്ലയോ അച്ഛാ, എനിക്കു ബലം സാക്ഷാൽ വൈകുണ്ഠനാഥനായ ആ മഹാവിഷ്ണുവാണ്. മാത്രമല്ല, അങ്ങേക്കും സകല പ്രപഞ്ചങ്ങൾക്കും ബലമരുളുന്നത് അദ്ദേഹം തന്നെയാണ്. അതുമല്ല, ഈ ത്രൈലോക്യം തന്നെ അദ്ദേഹമാകുന്നു എന്നിങ്ങനെ അതിധീരമായിട്ട് ഹിരണ്യകശിപുവിനോട് ആ കുഞ്ഞു ബാലൻ മറുപടി പറഞ്ഞു. പിതാ ശൃണ്വൻ ബാലപ്രകരമഖിലം ത്വസ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതക കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവജ ജഗതാഞ്ചാപി സബലം സയേവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്.